പശ്ചിമേഷ്യയെ ഒന്നാകെ വിഴുങ്ങുന്ന രീതിയിൽ യുദ്ധത്തിന്റെ കരിനിഴൽ പടരുകയാണ്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന അതിക്രൂരമായ സൈനിക നടപടികൾക്ക് പിന്നാലെ ഇപ്പോൾ ലെബനനും ആ ആക്രമണങ്ങളുടെ പ്രധാന ഇരയായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ അതിർത്തികൾ കടന്ന് ലെബനിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ശ്മശാന തുല്യമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്ന് ഉയർന്ന വിലാപങ്ങൾ അടങ്ങും മുൻപ് ലെബനിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഗാസയിലെ അടിച്ചമർത്തലുകൾക്ക് ശേഷം ഇസ്രായേലിന്റെ സൈനിക കരങ്ങൾ ലെബനിലേക്ക് നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികളുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന വാദവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ ഇറാൻ എന്ന രാഷ്ട്രത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പശ്ചിമേഷ്യക്ക് അറിയാം. ഇസ്രായേലിന്റെ കടന്നുകയറ്റങ്ങൾ തടയാൻ ഇറാന്റെ സൈനിക കരുത്ത് തന്നെ പ്രയോഗിക്കേണ്ടി വരുമെന്ന സൂചനകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എത്രത്തോളം സ്ഫോടനാത്മകമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെക്കൻ ലെബനിൽ നിന്നും തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് തകർക്കപ്പെട്ട പഴയ കെട്ടിടങ്ങളിൽ അഭയം തേടേണ്ടി വരുന്ന ആധുനിക യുദ്ധത്തിന്റെ ഇരകൾ ലെബന്റെ ദയനീയ അവസ്ഥയുടെ നേർചിത്രം തന്നെയാണ്. ഒരു വശത്ത് ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങളും മറുവശത്ത് അവയെ ചെറുക്കാൻ ഒരുങ്ങുന്ന ഇറാനെ പോലുള്ള ശക്തികളുടെ നീക്കങ്ങളും ലെബനെ ലോകത്തെ ഏറ്റവും അപകടകരമായ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുന്നെന്ന് നിസ്സംശയം പറയാം. പതിറ്റാണ്ടുകളായി തുടരുന്ന യുദ്ധങ്ങളും പലായനങ്ങളും ലെബൻ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനതയെയും എപ്രകാരമാണ് തളർത്തുന്നത് എന്നതിന്റെ നേർചിത്രമാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. തലമുറകളായി തുടരുന്ന ഈ ദുരിതപർവം ഹനാൻ എന്ന സ്ത്രീയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിലൂടെ നോക്കിക്കണ്ടാൽ കൂടുതൽ വ്യക്തമാകും. അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഒരു കുട്ടിയുടെ കഥയാണിത്. 16-ാം വയസ്സിൽ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഹനാന്റെ ജീവിതം വർഷങ്ങൾക്കിപ്പുറം തന്റെ മകളുടെ കാലഘട്ടത്തിലും സമാനമായ അരക്ഷിതാവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. തെക്കൻ ലെബനൻ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അനേകം കുടുംബങ്ങളെയാണ് ഭവനരഹിതമാക്കുന്നത്. അതിലൊരാൾ തന്നെയാണ് ഇവരും. ഇത്തരത്തിൽ പലായനം ചെയ്യേണ്ടി വരുന്നവർക്ക് അഭയമാകുന്നത് 1975 മുതൽ 90 വരെ നീണ്ടുനിന്ന ലെബനൻ ആഭ്യന്തര യുദ്ധത്തിന്റെ അവശേഷിപ്പുകളായ തകർന്ന കെട്ടിടങ്ങളാണ് എന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. ബെയ്റൂട്ടിലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഇത്തരം പഴയ കെട്ടിടങ്ങളിലാണ് ഹനാൻ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ യുദ്ധം തകർത്ത കെട്ടിടങ്ങൾ പുതിയ യുദ്ധത്തിലെ ഇരകൾക്ക് തണലാകുന്നു എന്ന വിരോധാഭാസമാണ് ഇവിടെ തെളിയുന്നത്. ഈ കെട്ടിടങ്ങളിൽ വൈദ്യുതിയോ കൃത്യമായ ജലലഭ്യതയോ ഇല്ല എന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിലും താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയാണ് അവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആവർത്തിച്ചുള്ള പലായനങ്ങൾ ഇവരെ ഇത്തരം കഠിനമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിപ്പിച്ചുവെങ്കിലും അവരുടെ ദുരിതങ്ങൾക്ക് ഇതുവരെ അറുതിയായിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ജനതയെ കഷ്ടപ്പെടുത്തുന്നത്? ലെബനന്റെ നഗരക്കാഴ്ചകളിൽ യുദ്ധത്തിന്റെ പാടുകൾ മായാതെ നിൽക്കുകയാണ്. തകർക്കപ്പെട്ട കെട്ടിടങ്ങൾ കേവലം കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പോരാട്ടങ്ങളുടെയും അവരുടെ വേദനകളുടെയും സാക്ഷികൾ കൂടിയാണവർ. അമാൽ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായ ഹാദി ബാഷയുടെ വാക്കുകളിൽ ബെയ്റൂട്ടിലെ ചെറിയൊരു അയൽപ്പക്കത്ത് മാത്രം ഇത്തരത്തിൽ തകർന്ന 7ഓളം പഴയ കെട്ടിടങ്ങൾ ഇന്ന് അഭയാർത്ഥികൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ അടയാളങ്ങൾ ലെബനന്റെ നിത്യ സാന്നിധ്യമായി മാറിയിരിക്കുന്നെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. റോക്കറ്റ് ആക്രമണങ്ങളിൽ തകർന്ന് താമസ യോഗ്യമല്ലാതായി മാറുന്ന അനേക കെട്ടിടങ്ങൾ ഇന്നും അവിടെയുണ്ട്. നവീകരിക്കാൻ പോലും കഴിയാത്ത വിധം തകർന്ന ഈ നിർമ്മിതികൾ കഴിഞ്ഞ കാലത്തെ ഭീകരതയുടെ ഓർമ്മകളാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പഴയ മുറിവുകൾക്ക് മേൽ പുതിയ മുറിവുകൾ ഏൽപ്പിക്കുന്ന ഒരു രാജ്യമായി ലെബനൻ മാറിക്കഴിഞ്ഞു. ഭൂതകാലത്തെ യുദ്ധം ബാക്കി വെച്ച ഇടിഞ്ഞു പൊളിഞ്ഞ ഭിത്തികൾക്കിടയിൽ പുതിയ യുദ്ധത്തിന്റെ ഇരകൾ അഭയം തേടുമ്പോഴും സമാധാനം എന്നത് ആ ജനതയ്ക്ക് ഇന്നും അപ്രാപ്യമായ സ്വപ്നമായി തുടരുന്നു. യുദ്ധവും പലായനവും ഒരു ജീവിതത്തെ എങ്ങനെയാണ് തളർത്തുന്നതെന്നതിന്റെ തീക്ഷ്ണമായ ഉദാഹരണം തന്നെയാണ് ലെബനോനിൽ നിന്നുള്ള കാഴ്ചകൾ. ദശാബ്ദങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ ഒരു ജനതയുടെ സ്വപ്നങ്ങളെയും നിലനിൽപ്പിനെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് ഹനാൻ എന്ന സ്ത്രീയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് അതൊന്ന് കാണണം. തലമുറകളായി തുടരുന്ന ഈ ദുരിതപർവം ഒരു വശത്ത് പഴയ മുറിവുകളെ ഓർമ്മിപ്പിക്കുമ്പോൾ മറുവശത്ത് പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്യുന്നത്. 16-ാം വയസ്സിൽ സ്വന്തം മണ്ണിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഹനാന്റെ അനുഭവം ഇന്ന് അവളുടെ മകളും നേരിടുന്നു എന്നത് ലെബനിലെ സംഘർഷങ്ങളുടെ ആവർത്തന സ്വഭാവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല. 75 മുതൽ 90 വരെ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം ലെബന്റെ നഗരങ്ങളെ തകർത്തെറിഞ്ഞതാണ്. അന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായ തകർന്ന കെട്ടിടങ്ങളാണ് ഇന്ന് പുതിയ യുദ്ധങ്ങളിൽ ഭവനരഹിതരായവർക്ക് അഭയമാകുന്നത്. പഴയ യുദ്ധം തകർത്ത അവശിഷ്ടങ്ങൾ പുതിയ യുദ്ധത്തിന്റെ ഇരകൾക്ക് തണലാകുന്നു എന്ന വിരോധാഭാസം. ശരിക്കും ആരാണ് ലെബനോനെ ഇങ്ങനെ തകർത്ത് കളഞ്ഞത്? ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് ലെബനനെ വീണ്ടും ആക്രമിക്കുന്നത്?
ബെയ്റൂട്ടിലെ തകർന്ന കെട്ടിടങ്ങൾ കേവലം കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ. ഒരു രാജ്യത്തിന്റെ ഭൂതകാലത്തെയും ഭാവിയെയും കാണിക്കുന്ന ചിത്രം കൂടിയാണ്. ഇന്നും എത്രയോ ജനങ്ങൾ താമസിക്കുന്നത്, എത്രയോ അഭയാർത്ഥികൾ താമസിക്കുന്നത് ഒന്നിനും പറ്റാത്ത ഇത്തരം കെട്ടിടങ്ങളിലാണ്. ഒരു കാലത്ത് എല്ലാം ഉണ്ടായിരുന്ന ലെബനൻ ഇപ്പോൾ പടുകുഴിയിലേക്ക് എത്താനുള്ള കാരണങ്ങളിൽ ഒരാൾ ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. അറേബ്യൻ മണ്ണിൽ ജൂതരാഷ്ട്രത്തിന് ഒരിടം കൊടുത്തതാണ് എല്ലാത്തിനും കാരണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലാണ് ഇറാനും അമേരിക്കയുടെയും പ്രശ്നത്തിൽ മുന്നിൽ നിന്ന രാഷ്ട്രം. ഇറാനെ എങ്ങനെയെങ്കിലും പശ്ചിമേഷ്യയിൽ ഇല്ലാതാക്കുക എന്ന സ്വപ്നം കാണുന്നത് അമേരിക്കയെക്കാൾ ഇസ്രായേലാണ്. എന്നാൽ മാത്രമേ ഇസ്രായേലിന് പശ്ചിമേഷ്യയെ സ്വന്തം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗാസയെയും ഇപ്പോൾ ലെബനെയും സിറിയയെയും ഒക്കെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സന്നാഹങ്ങളും നൽകി മുൻപന്തിയിൽ നിൽക്കാൻ അമേരിക്കയും. എവിടെയാണ് നിങ്ങൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിക്കാതെ വയ്യ. പശ്ചിമേഷ്യയിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള രാജ്യങ്ങൾ ഒന്നാണല്ലോ ലെബനൻ. ഒരു കാലത്ത് കിഴക്കിന്റെ പാരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ രാജ്യം ഇന്ന് തകർച്ചയുടെ നിഴലിൽ തന്നെയാണ് കഴിയുന്നത്. ലെബനന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ആഭ്യന്തരമായ കാരണങ്ങൾ ഉണ്ട് എങ്കിലും അയൽ രാജ്യമായി ഇസ്രായേലുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങൾ രാജ്യത്തിന്റെ തകർച്ചയിൽ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇസ്രായേലും ലെബനും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു ദശാബ്ദത്തിന്റെ പഴക്കമുണ്ട്. 1948 ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായതോടെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളെ ലെബനിലേക്ക് എത്തിയതാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് ഫലസ്തീൻ വിമോചന സംഘടന ലെബനൻ കേന്ദ്രമാക്കി ഇസ്രായേലിനെതിരെ പോരാട്ടം തുടങ്ങിയതോടെ ഇസ്രായേൽ ലെബനുമേൽ ശക്തമായ സൈനിക നടപടികൾ ആരംഭിക്കുകയാണ്. 1982 ഇസ്രായേലിന്റെ ലെബനൻ അധിനിവേശം രാജ്യത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായം തന്നെയാണ്. സ്വന്തം സുരക്ഷ എന്ന മാനദണ്ഡമാണ് ഇസ്രായേൽ ഇവിടെ ഉയർത്തിയത്. PLOയെ തുരത്താൻ എന്ന പേരിൽ നടത്തിയ ഈ കടന്നുകയറ്റം ബെയ്റൂട്ട് നഗരത്തെ പോലും തകർത്ത ഒരു അധിനിവേശ കാലത്താണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള എന്ന സംഘടന ലെബനൻ രൂപം കൊള്ളുന്നത് പോലും. പിന്നീട് തെക്കൻ ലെബനൻ ഏകദേശം 18 വർഷത്തോളം ഇസ്രായേൽ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാരമായി ബാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി അവിടെ തന്റെ അധികാരം സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. 2006 ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുണ്ടായ 34 ദിവസത്തെ യുദ്ധം ലെബനെ വീണ്ടും തകർത്തു. വിമാനത്താവളങ്ങളും പാലങ്ങളും പവർ സ്റ്റേഷനുകളും തകർക്കപ്പെട്ടു. ശതകോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് അന്ന് ലെബനിൽ ഉണ്ടായത്. നിലവിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ രാജ്യത്തിന്റെ തെക്കൻ മേഖലയെയും തലസ്ഥാനമായ ബെയ്റൂട്ടിനെയും വീണ്ടും ശ്മശാന തുല്യമാക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. ജനങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നതും പഴയ യുദ്ധാവശിഷ്ടങ്ങൾക്കിടയിൽ അഭയം തേടേണ്ടി വരുന്നതും ഈ നിരന്തരമായ സൈനിക നടപടികളുടെ ഫലം തന്നെയാണ്. എങ്കിലും ഇസ്രായേൽ മാത്രമല്ല ലെബന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള ചേരിപ്പോരും അഴിമതിയും സാമ്പത്തിക കെടുകാര്യസ്ഥയും ലെബനെ നശിപ്പിച്ചിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങൾക്കിടയിലുള്ള അധികാര വിഭജനത്തിലെ പാളിച്ചകളും വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകളും രാജ്യത്തെ ആഭ്യന്തരമായി ദുർബലപ്പെടുത്തി. ഇതിനു പുറമെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങൾ കൂടി സംഭവിക്കുന്നത്. പുറമേ നിന്നുള്ള സൈനിക കടന്നുകയറ്റങ്ങളും അകത്തുള്ള രാഷ്ട്രീയ പരാജയങ്ങളും ഒരുപോലെ ലെബനെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ ലെബന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരുടെ ജീവിതത്തെയും നേരിട്ട് തകർത്തുവെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തെ അതിൽ നിന്ന് കരകയറ്റാൻ അനുവദിക്കാത്ത വിധം തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി തുടരുന്ന ഈ സംഘർഷങ്ങൾ ഒരു ജനതയെ മുഴുവൻ നിതാന്തമായ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇതാണ് ലെബന്റെ ഇന്നത്തെ അവസ്ഥ. ഇതിന് ഒരു കാരണക്കാരൻ ഇസ്രായേൽ ആണെന്ന് പറഞ്ഞാലും ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.